ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ ശിവരാത്രി ആയത് കാരണം ഞാൻ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ പൂജാമുറിയാണ്. പൂജാമുറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് വെക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ മുറിയായിട്ടൊന്നുമില്ല അങ്ങനെ. അപ്പോൾ അതാ ഓരോ മൂകാംബിക ദേവിയും ഇത് നമ്മൾ മൃദംഗ ശൈലേശ്വരി, ഇത് കൊട്ടിയൂർ അമ്പലത്തിലെ ഐതിഹ്യ കഥകളെല്ലാം ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതില്ലേ, എന്താ ഓടപ്പൂ, അതും കൂടിയെല്ലാം വെച്ചതെല്ലാം ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ, ശ്രീകൃഷ്ണനെല്ലാം. അപ്പോൾ കൊട്ടിയൂർ അമ്പലവും മൃദംഗശൈലേശ്വരി ക്ഷേത്രവും പുരളിമലയും എല്ലാം നമ്മളെ വീട്ടിൻ്റെ ചുറ്റുമായിട്ട് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ പുരളിമല മുത്തപ്പൻ്റെ ഫോട്ടോ അല്ലാതാണ് അവിടെ വെച്ചത് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ വിളക്കെല്ലാം എടുത്തിട്ട് കുറേ വിളക്കുണ്ട് കേട്ടോ. എൻ്റെ അമ്മ തന്നതും എടുത്തമ്മ വരുന്നതും, പിന്നെ അച്ഛൻ ഒരു വലിയ വിളക്ക് തന്നിന് അങ്ങനത്തേതും, പിന്നെ എന്താ ലക്ഷ്മി വിളക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിക്കാത്ത ദിവസമാണ് കേട്ടോ, ഇന്ന് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ആ സമയമില്ല, ഞാനെല്ലാം ഇതെല്ലാം കഴുകുന്നതുകൊണ്ട് ഇന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്നേ. രാവിലെ തന്നെ കുറച്ചാവുമ്പില്ലേ, രാവിലെ അല്ല ഒരു 12 മണിയാകുമ്പോഴല്ല ഞാനിത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇന്ന് വിചാരിക്കുന്നത്, അതിന് മുമ്പിലല്ലേ ഇതെല്ലാം കഴുകി എടുത്താലില്ലേ എനിക്ക്. അപ്പോൾ മുട്ടയാരെ ആ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ, മീനോ മുട്ട അങ്ങനെ ആയിന്നൊന്നുമില്ല. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം ഒന്ന് വിളക്കം കിണ്ടി അങ്ങനെ എല്ലാം കഴുകിയെടുത്തത്. പിന്നെ ആദ്യം ഇതാ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ സിങ്കെല്ലാം ഒന്ന് വൃത്തിയാക്കി ചെയ്യുന്നത്. അപ്പോൾ ചാരും ഇട്ടിട്ട് തന്നെ ഞാനെല്ലാം വിളക്കെല്ലാം കഴുകല്ല കേട്ടോ. അപ്പോൾ വിളക്ക് കഴുകുന്ന പൊടി ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും. എൻ്റെ ഏച്ചിയെല്ലാം അങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുവരെ വാങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ ചാരുമില്ലേ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് അതും, പിന്നെ ഉപ്പ് പുളി ഇതെല്ലാം പണ്ടേ അമ്മയാക്കുന്നുണ്ടത്, അത് തന്നെയാണ് ഞാൻ ചെയ്യൽ. നല്ല തിളങ്ങിയേക്കും കേട്ടോ വിളക്ക്. അപ്പോൾ ഇന്ന് ഇതെല്ലാം ചെയ്യുന്ന കാരണം പിന്നെ വീട്ടിൽ വിനോദേട്ടനില്ല. പിന്നെ ഇവരോട് മക്കളോടും അച്ഛനോടെല്ലാം ചോദിച്ചപ്പം പറഞ്ഞു ഇതെല്ലാം മതിയെന്ന്. ഇതെല്ലാം ഇന്നലത്തെ കേട്ടോ, സാമ്പാറും അതെ തോരി അതെ എല്ലാം ഒപ്പിക്കൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ വിചാരിച്ചു മുട്ട ബിരിയാണി ആക്കാമെന്ന്. പിന്നെ ഇവർ പറഞ്ഞു, അച്ഛനും മക്കളും പറഞ്ഞു വേണ്ട, വൈകുന്നേരം അങ്ങനെ ചപ്പാത്തി മുട്ടക്കറി ആക്കി തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഇതിനെന്തെങ്കിലും പകരം കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് 2-3 മുട്ട എടുത്തിട്ട് ഓംലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകെല്ലാം എരിഞ്ഞിട്ടിട്ട്, അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കില്ല, അങ്ങനെ ഓരോരിക്കൽ തോന്നുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എപ്പോൾ ഉപ്പിടുമ്പോൾ ഒരു പേടിയാണ്, ഈ ഓംലെറ്റിന് അധികമാകുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ അന്നേരം അത് പേടിച്ചുകൊണ്ടാണ് ഇടൽ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ദോശക്കല്ലിൽ ഒഴിക്കാനാണ്. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പോൾ എപ്പോഴും ഇവിടെ മീൻ വാങ്ങലുണ്ട്. ഇന്ന് മീൻ വാങ്ങിയിട്ട് അങ്ങനെ എപ്പോൾ മീൻ വേണം ഇവരിക്കെല്ലാം. അപ്പോൾ മുട്ടയെല്ലാം ഇതിൽ ഒഴിച്ചിട്ട് ഇത് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാണ്ട് കിട്ടിയാൽ നല്ല തന്നെ. ഓരോരിക്ക നല്ല വൃത്തിക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ, ഓരോരിക്ക നടുവേ മുറിഞ്ഞു പോവും. നമുക്ക് നോക്കേ, അടിപൊളി അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയാണ് നല്ല വൃത്തിക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചേട്ടാ. എന്നിട്ട് ഞാനും അച്ഛനും എൻ്റെ 2 മക്കളും എല്ലാവരും ഭക്ഷണം കഴിച്ച് അങ്ങനെ അതെല്ലാം കാലിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കറിയെല്ലാം കഴിച്ച് കൂട്ടി തീർത്ത്. അപ്പോൾ ഇനി രാത്രിക്ക് ചപ്പാത്തി ആക്കാൻ വേണ്ടിയിട്ടാണ്. നാളത്തേക്കൊന്നും അങ്ങനെ ബാക്കി വെക്കേണ്ട വിചാരിച്ചിട്ട്, പഴയതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് കേട്ടോ. ഇന്ന് കറിയൊന്നും അധികം ഉണ്ടാക്കുകയും ചെയ്യാൻ ഞാൻ. അപ്പോൾ ഇനി രാത്രിയാകുമ്പോൾ മുട്ടയെടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ പോരെ. അപ്പോൾ ചോറുണ്ട് പാത്രമെല്ലാം വടിച്ച് വെച്ച്, എന്താ ചപ്പാത്തിക്കുള്ള മാവും കുഴച്ച് വെച്ചു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആവില്ലേ, എന്നെ തുടക്കമെല്ലാം ചെയ്തിട്ട് മിറ്റും അടിച്ചു വാരിയിട്ട് മിറ്റടിച്ചു വരുന്ന വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാലില്ലേ,
അത് അപ്പോഴത്തേക്ക് ഒരു മുറ്റത്തെ ഒരു പാമ്പലും വന്ന് ചെടിയിലെ കൂടെയെല്ലാം ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നുണ്ട്. അതിനെ പായിക്കലും അങ്ങനെ പേടിച്ചുകൊണ്ടായതുകൊണ്ടില്ല അതെടുക്കാൻ പറ്റിയിട്ട. അപ്പോൾ അതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിച്ചിട്ട് ചപ്പാത്തിയാക്കി മുട്ടക്കറിയാക്കിയിട്ട് അങ്ങനെ രാത്രിക്ക് നമ്മൾ സുഖമായിട്ട് കഴിക്കാൻ പോക്കാന്ന് കേട്ടോ. കണ്ട നല്ല അടിപൊളി ചപ്പാത്തി മുട്ടക്കറി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബായ്.